Hi everyone, welcome to Alexi Academy. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 6ൽ നിന്നുള്ള എയർപോർട്ട് ലൈറ്റിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എയർപോർട്ടിൽ ഏതൊക്കെ ടൈപ്സ് ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 10 നമ്പർ ഓഫ് ലൈറ്റ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. റൊട്ടേറ്റിംഗ് ബീക്കൺ, കോഡ് ബീക്കൺ, ബൗണ്ടറി ലൈറ്റിംഗ്, അപ്രോച്ച് ലൈറ്റിംഗ്, ത്രെഷോൾഡ് ലൈറ്റിംഗ്, റൺവേ ലൈറ്റിംഗ്, taxiway lighting, apron and hanger lighting, lighting of wind direction indicator, lighting of land direction indicator. ഇത്രയും ലൈറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഒരു എയർപോർട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്ട് ആർ ദ കൺസിഡറേഷൻസ് ആപ്ലിക്കബിൾ ടു ദ എയർപോർട്ട് ലൈറ്റിംഗ് എക്സ്പ്ലെയിൻ വിത്ത് സ്കെച്ചസ്? മെയ് 2019 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ 10 ലൈറ്റ്സിനെ പറ്റി ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയി നോക്കാം. ഫസ്റ്റ് വൺ, റൊട്ടേറ്റിംഗ് ബീക്കൺ. ദീസ് ആർ സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ് ടു ഷോ ദി ലൊക്കേഷൻ ടു ഗൈഡ് പൈലറ്റ്സ് ടു ദി എയർപോർട്ട്. അപ്പോൾ പൈലറ്റ്സിനെ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിനെ എയർപോർട്ടിലേക്ക് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് റൊട്ടേറ്റിംഗ് ബീക്കണിൻ്റെ ഫങ്ഷൻ. ഇതെന്ന് പറയുന്നത് സ്ട്രോങ് ബീം ഓഫ് ലൈറ്റ്സ് ആണ്. അതായത് ബിഗ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ബീം ഓഫ് ലൈറ്റാണ്. അത് കാണുമ്പോൾ അവിടെയാണ് എയർപോർട്ട് എന്ന് പൈലറ്റിന് മനസ്സിലാവണം. ഇറ്റ് ഗീവ്സ് ഔട്ട് വൈറ്റ് ഗ്രീൻ ലൈറ്റ്. അപ്പോൾ വൈറ്റ് ആൻഡ് ഗ്രീൻ ലൈറ്റാണ് ഇത് എമിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പേര് സൂചിപ്പിക്കും പോലെ തന്നെ റൊട്ടേറ്റിംഗ് ആണ്. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ഫ്ലാഷിംഗ് ലൈറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. യൂഷ്വലി ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ് സിവിലിയൻ എയർപോർട്ടിൽ, ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് വാട്ടർ എയർപോർട്ടിൽ, ഗ്രീൻ ആൻഡ് 2 വൈറ്റ് ആണ് മിലിറ്ററി എയർപോർട്ട്സിൽ, ഗ്രീൻ യെല്ലോ വൈറ്റ് ആണ് ഹെലിപോർട്ട്സിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ റൊട്ടേറ്റിംഗ് ബീക്കണിൻ്റെ ഒരു ഫിഗർ നോക്കാം. ഈ കാണുന്ന ഒരു ബിഗ് ബീം ഓഫ് ലൈറ്റ് ആണ് റൊട്ടേറ്റിംഗ് ബീക്കൺ. ഇവിടെ കണ്ടോ, വൈറ്റും എമിറ്റ് ചെയ്യും, ഗ്രീൻ കളറും എമിറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് ലൈറ്റ് നോക്കാം. കോഡ് ബീക്കൺ. യൂസ്ഡ് ആസ് മോഴ്സ് കോഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഇൻ ടൈംസ് ഓഫ് ഡിഫിക്കൽട്ട് വെതർ. അപ്പോൾ വെതർ കണ്ടീഷൻ മോശമാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു കോഡായിട്ട് യൂസ് ചെയ്യുന്ന ലൈറ്റാണ് കോഡ് ബീക്കൺ എന്ന് പറയുന്നത്. ഇറ്റ് യൂസസ് 2 500 watt ബൾബ്സ് വിത്ത് ഗ്രീൻ കളർ സിഗ്നൽ പ്രൊവൈഡഡ് അറ്റ് സഫീഷ്യൻറ്റ് ഹൈറ്റ് ടു ക്ലിയർ ഒബ്സ്ട്രക്ഷൻസ്. അപ്പോൾ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടാവാതെ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. എമർജൻസി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 500 വാട്ടിൻ്റെ 2 ബൾബാണ്. ഗ്രീൻ കളർ ലൈറ്റാണ് ഇത് എമിറ്റ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് കോഡ് ബീക്കണിൻ്റെ ഫിഗർ. ഗ്രീൻ കളർ ലൈറ്റ് എമിറ്റ് ചെയ്യും, അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. തേർഡ് വണ്ണാണ് ബൗണ്ടറി ലൈറ്റിംഗ്. പ്രൊവൈഡഡ് അലോങ് ദി എൻറ്റയർ ബൗണ്ടറി ഓഫ് ദി എയർഫീൽഡ് at 90 meters center to center distance at 75 centimeter from ground level, usually in red light showing hazardous approach. അപ്പോൾ ബൗണ്ടറി ലൈറ്റിംഗ് നമ്മൾ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹസാഡസ് അപ്രോച്ചാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് അപ്രോച്ച് പെർമിറ്റ് ചെയ്തിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു റെഡ് കളർ ലൈറ്റാണ്, വാർണിംഗ് ലൈറ്റാണ് ബൗണ്ടറി ലൈറ്റ് എന്ന് പറയുന്നത്. എൻറ്റയർ ബൗണ്ടറി ഓഫ് എയർഫീൽഡിൻ്റെ എൻറ്റയർ ബൗണ്ടറിയിലും നമ്മൾ ഈ റെഡ് കളർ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യും. 75 centimeter ഫ്രം ഗ്രൗണ്ട് ലെവലാണ്, 90 meter സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. ഈ കാണുന്നതാണ് ബൗണ്ടറി ലൈറ്റിംഗ്. എൻറ്റയർ ബൗണ്ടറിയിലുള്ള റെഡ് കളർ ലൈറ്റ്സ് ആണ്. ഇനി അടുത്ത ടൈപ്പാണ് റൺവേ ലൈറ്റിംഗ്. റൺവേ എഡ്ജ് ലൈറ്റ്സ് ആർ വൈറ്റ് except on instrument runways. Yellow replaces white on the last 2000 feet or half the runway length, whichever is less, to form a caution zone for landings. അപ്പോൾ റൺവേ ലൈറ്റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലാൻഡിങ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. റൺവേ ലൈറ്റ്സ് മെയിനായിട്ടും വൈറ്റ് ആയിരിക്കും, എന്നാൽ ഇൻസ്ട്രുമെൻറ്റ് റൺവേസിൽ യെല്ലോ കളറ് ചില ഭാഗത്ത് വൈറ്റിനെ റീപ്ലേസ് ചെയ്യും. അതായത് ഒന്നുകിൽ ലാസ്റ്റ് 2000 ഫീറ്റിൽ യെല്ലോയും ബാക്കി വൈറ്റ് കളറുമായിരിക്കും, അല്ലെങ്കിൽ പകുതി ദൂരം വൈറ്റും പകുതി ദൂരം യെല്ലോയും ആയിരിക്കും. ഇതിൽ ഏത് ഡിസ്റ്റൻസ് ആണോ കുറവ് അത്രയും ഭാഗത്ത് നമ്മൾ യെല്ലോ പ്രൊവൈഡ് ചെയ്യും. ഈ കാണുന്നതാണ് റൺവേ ലൈറ്റ്. ഇപ്പോൾ റൺവേയുടെ സൈഡിൽ ഇതുവരെ വൈറ്റ് കളർ ലൈറ്റാണ്, അതിന് ശേഷം ഒരു 2000 ഫീറ്റിൽ നമ്മൾ യെല്ലോ കളർ ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് റൺവേ ലൈറ്റിംഗ്.
അപ്പോൾ റൺവേയിലേക്ക് എയർക്രാഫ്റ്റിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് റൺവേ ലൈറ്റിങ്ങിൻ്റെ പർപ്പസ്. നെക്സ്റ്റ് വൺ ടാക്സിവേ ലൈറ്റിംഗ്. അപ്പോൾ റൺവേയിൽ ലൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ടാക്സിവേയിലും ലൈറ്റിംഗ് ഉണ്ട്. അത് ബ്ലൂ കളർ ലൈറ്റിംഗ് ആണ്. ഇൻസ്റ്റാൾഡ് ഓൺ ടാക്സിവേസ് ആൻഡ് ഏപ്രൺസ് ആൻഡ് ആർ നോട്ട് സോ ബ്രൈറ്റ്. അപ്പോൾ ടാക്സിവേസിലും ഏപ്രൺസിലും നമ്മൾ ഈ ലൈറ്റിംഗ് ആണ് കൊടുക്കുന്നത്. ഇത് അത്ര ബ്രൈറ്റ് ഒന്നുമല്ല, ഒരു സാധാരണ ബ്ലൂ കളർ ലൈറ്റാണ്. ഈ കാണുന്ന പോലത്തെ ഒരു ബ്ലൂ കളർ ലൈറ്റാണ് കൊടുക്കുന്നത്. ഫിഗർ നോക്കിയാൽ അറിയാം. ടാക്സിവേയുടെ ബൗണ്ടറിയിൽ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ബ്ലൂ കളർ ലൈറ്റാണ് ടാക്സിവേ ലൈറ്റ്. നെക്സ്റ്റ് വൺ അപ്രോച്ച് ലൈറ്റ്. അപ്രോച്ച് ലൈറ്റിംഗ് ആർ ദ ഫസ്റ്റ് ലൈറ്റ് ദാറ്റ് പൈലറ്റ് വിൽ റീച്ച് ഡ്യൂറിങ് ലാൻഡിങ്. അപ്പോൾ പൈലറ്റ് അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് ലാൻഡിങ്ങിൻ്റെ സമയത്ത് ആദ്യം പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റീച്ച് ചെയ്യുന്നത് അപ്രോച്ച് ലൈറ്റിനെയാണ്. ദേ ആർ ഓഫ് വൈറ്റ് കളർ ലൈറ്റ്സ് ആണ്. യൂണി ഡയറക്ഷണലാണ്. ഒന്നുകിൽ ബ്ലിങ്ക് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ സ്റ്റഡി ആവാം. ഓക്കെ. അപ്രോച്ച് ലൈറ്റ്സ് ആർ ലൊക്കേറ്റഡ് പ്രയർ ടു റൺവേ മൗണ്ടഡ് ഓൺ പെഡസ്റ്റൽസ്. അപ്പോൾ റൺവേക്ക് മുന്നേ ആയിട്ട് പെഡസ്റ്റൽസിൽ മൗണ്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ലൈറ്റിനെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ദെയർ മെയിൻ ഫങ്ഷൻ ഈസ് ടു ഷോ ഇൻ വാട്ട് ഡയറക്ഷൻ ദ റൺവേ ഈസ്. അപ്പോൾ റൺവേയുടെ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്രോച്ച് ലൈറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ. ഈ രണ്ട് ടൈപ്പ് അപ്രോച്ച് ലൈറ്റ് വരുന്നുണ്ട്. കാൾവേർഡ് സിസ്റ്റം ഉണ്ട്, ICAO സിസ്റ്റവും ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് കൂടി ഒന്ന് നോക്കിപ്പോവാം. അപ്പോൾ ആദ്യത്തേത് കാൾവേർഡ് സിസ്റ്റം. ഇതെന്ന് പറയുന്നത് യൂറോപ്പിലാണ് വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് ES കാൾവേർട്ട് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 6 ട്രാൻസ്വേഴ്സ് റോസ് ഓഫ് ലൈറ്റ് ഓഫ് വേരിയബിൾ ലെങ്ത് പ്ലേസ്ഡ് അറ്റ് എ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് 150 മീറ്റർ. ഫിഗർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 150 മീറ്റർ ആണ് ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എത്ര റോ ലൈറ്റ് പ്രൊവൈഡ് ചെയ്യും? 1 2 3 4 5 6 റോ ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇതാണ് കാൾവേർഡ്സ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ദ റോൾ ഗൈഡൻസ് ഈസ് പ്രിൻസിപ്പലി പ്രൊവൈഡഡ് ബൈ ദ ട്രാൻസ്വേഴ്സ് ലോസ് ഓഫ് ലൈറ്റ്. അടുത്തത് ICAO സിസ്റ്റമാണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് സെൻറ്റർ ലൈൻ കോൺഫിഗറേഷൻ. ഇൻ ദിസ് ദർ ഈസ് ഓൺലി 1 ക്രോസ് ബാർ 300 മീറ്റർ ഫ്രം ദി ത്രഷോൾഡ്. ഇതിൽ നമ്മൾ ഒരേ ഒരു ക്രോസ് ബാറേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത് 300 മീറ്റർ മാറിയിട്ടാണ്. ത്രഷോൾഡിൽ നിന്ന് ഇതാണ് ക്രോസ് ബാർ. ഇത് വൈറ്റ് കളറായിരിക്കും. ഇത് ത്രഷോൾഡിൽ നിന്ന് 300 മീറ്റർ മാറിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ത്രഷോൾഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് 300 മീറ്റർ മാറിയിട്ടാണ് നമ്മൾ ക്രോസ് ബാർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ ദിസ് ദ റോൾ ഗൈഡൻസ് ഈസ് പ്രൊവൈഡഡ് ബൈ ബാർസ് 4.2 മീറ്റർ ഇൻ ലെങ്ത് placed at 30 meter center to center on the extended center line of the runway and a single crossbar 300 meter from threshold. അപ്പോൾ ഇതിൽ നമ്മൾ ഗൈഡൻസ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്രോസ് ബാർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 4.2 മീറ്റർ ലെങ്ത്തിൽ 30 മീറ്റർ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ റൺവേയുടെ സെൻറ്റർ ലൈനിൽ നിന്നുള്ള എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ബാറും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ റൺവേയുടെ സെൻറ്റർ ലൈനിൽ നിന്ന് ഈ കാണുന്ന പോലെ 4.2 മീറ്റർ ലോങ് ആയിട്ടുള്ള സെൻറ്റർ ലൈനിൻ്റെ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാറും ഉണ്ട്. ഇനി കാൾവേർഡ് സിസ്റ്റവും ICAO സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രാൻസ്വേഴ്സ് ക്രോസ് ബാറിലുള്ള ഡിസ്റ്റൻസ് ആണ്. കാൾവേർഡ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ 6 റോയിൽ ആണ് നമ്മൾ ബാറ് കൊടുക്കുന്നത്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 150 മീറ്റർ ആണ്. ICAO സിസ്റ്റത്തിൽ 1 ക്രോസ് ബാറേ ഉള്ളൂ. അത് 300 മീറ്റർ ഡിസ്റ്റൻസിലാണ്. ഇനി അടുത്ത ഡിഫറൻസ് റോൾ ഗൈഡൻസിലാണ്. കാൾവേർഡ് സിസ്റ്റത്തിലാണെങ്കിൽ റോൾ ഗൈഡൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ ഈ ട്രാൻസ്വേഴ്സ് റോ ഓഫ് ലൈറ്റ് കാരണമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ICAO സിസ്റ്റത്തിലാണെങ്കിൽ റോൾ ഗൈഡൻസ് ആ 4.2 മീറ്റർ ലെങ്ത്തിലുള്ള
30 മീറ്റർ സെൻറ്റർ ടു സെൻറ്ററിലുള്ള ബാർ കാരണവും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ ആ സിംഗിൾ ക്രോസ് ബാർ കാരണവും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് ഏതാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കിയത് റൺവേ ലൈറ്റിങ്ങിൻ്റെ തന്നെ അപ്രോച്ച് ലൈറ്റിങ്ങിൻ്റെ തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, കാൾവേർട്ടും ICAOവും. അതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി ബാക്കി നോക്കാം. 4th വൺ, threshold light. Threshold lights are green color airfield lights, unidirectional, installed at the beginning of the part of runway where aircraft can do touchdown. അപ്പോൾ ത്രഷോൾഡ് ലൈറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ കളർ ലൈറ്റാണ്, യൂണിഡയറക്ഷണലാണ്. ഇത് നമ്മൾ റൺവേയുടെ ബിഗിനിങ് പാർട്ടിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനാണ്? എയർക്രാഫ്റ്റ് ടച്ച് ഡൗൺ അല്ലെങ്കിൽ റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന ആ പോർഷനിലാണ് നമ്മൾ ഈ ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിഗർ നോക്കാം. ഈ കാണുന്നതാണ് ത്രഷോൾഡ് ലൈറ്റ്സ്, ഗ്രീൻ കളർ. ഇനി അതിൻ്റെ ഒരു സബായിട്ട് വരുന്നതാണ് PAPI എയർപോർട്ട് ലൈറ്റ്സ്. It stands for Precision Approach Path Indicator. This is a bicolor light that helps a pilot to keep the correct path when approaching airport runway. അപ്പോൾ റൺവേയിലേക്ക് വരുമ്പോൾ കറക്റ്റ് പാത്തിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബൈകളർ, 2 കളറുള്ള ലൈറ്റാണ് PAPI അല്ലെങ്കിൽ Precision Approach Path Indicator എന്ന് പറയുന്നത്. Runway Edge Light. Runway edge lights are the most important lights on the airfield. അപ്പോൾ എയർഫീൽഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ് റൺവേ എഡ്ജ് ലൈറ്റ് എന്ന് പറയുന്നത്. ദേ ആർ ലൊക്കേറ്റഡ് ഓൺ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് റൺവേ. റൺവേയുടെ 2 എഡ്ജിൽ അല്ലെങ്കിൽ റൺവേയുടെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടാണ് നമ്മൾ റൺവേ എഡ്ജ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് റൺവേയെ അല്ലെങ്കിൽ സേഫ് ആയിരിക്കണം, ലാൻഡിങ്ങിന് റൺവേയെ സേഫ് ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. ഇത് നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളത് യൂസ് ചെയ്യാറുണ്ട്. യൂഷ്വലി ബൈ ഡയറക്ഷണൽ ആയിരിക്കും റൺവേ എഡ്ജ് ലൈറ്റ് എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സ് വൈറ്റ് അല്ലെങ്കിൽ റെഡ് ആണ്. നെക്സ്റ്റ് വൺ, 6th വൺ, റൺവേ എൻഡ് ലൈറ്റ്. റൺവേ എൻഡ് ലൈറ്റ് ഐഡൻറ്റിഫൈസ് ദ എൻഡ് ഓഫ് എ റൺവേ. റൺവേയുടെ എൻഡിനെ സൂചിപ്പിക്കുന്നതാണ് റൺവേ എൻഡ് ലൈറ്റ്സ്. ഇറ്റ് മീൻസ് that behind these lights there is no place to continue aircraft movement. അപ്പോൾ റൺവേ എൻഡ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ റൺവേ ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ആ ലൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എയർക്രാഫ്റ്റിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, റൺവേ അവിടെ അവസാനിച്ചു എന്നാണ് റൺവേ എൻഡ് ലൈറ്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റൺവേ എൻഡ് ലൈറ്റ്സ് ആർ യൂണിഡയറക്ഷണൽ റെഡ് കളർ ഏവിയേഷൻ ലൈറ്റ്. അപ്പോൾ യൂണിഡയറക്ഷണലാണ്, റെഡ് കളറാണ്. ഈ ഫിഗറിൽ കാണുന്നതാണ് റൺവേ എൻഡ് ലൈറ്റ്സ്. Next one, apron and hanger lighting. These are flood lighting to help with servicing, loading and fuel refilling. നമ്മൾ ഏപ്രണിൻ്റെയും ഹാങ്കറിൻ്റെയും ഒക്കെ ഫങ്ഷൻസ് നമ്മൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പോർഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ മെയിൻ്റനൻസ് സർവീസൊക്കെയാണ് ആ പോർഷനിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റിംഗ് ആണ് ഏപ്രൺ ആൻഡ് ഹാങ്കർ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ദേ ആർ മൗണ്ടഡ് ഓൺ എലിവേറ്റഡ് പെഡസ്റ്റൽസ്, മിനിമം 12 മീറ്റർ ഹൈറ്റ്. മിനിമം 12 മീറ്ററെങ്കിലുമുള്ള എലിവേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് അല്ലെങ്കിൽ പെഡസ്റ്റൽ പോലുള്ള സ്ട്രക്ചേഴ്സിലാണ് ഏപ്രൺ ലൈറ്റ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതാ ഈ കാണുന്നതാണ് ഏപ്രൺ ലൈറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാൻഡിംഗ് ഇൻഡിക്കേറ്റർ ലൈറ്റ്സ്. These are illuminated with suitable lighting arrangements so that the airport can be used at night also. അപ്പോൾ എയർപോർട്ടിന് നമുക്ക് നൈറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന കുറച്ച് ലൈറ്റാണ് ലാൻഡിംഗ് ഇൻഡിക്കേറ്റർ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നൈറ്റ് സമയത്തും എയർപോർട്ടിൽ ലാൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ എയർപോർട്ടിൽ മറ്റ് ഫങ്ഷൻസൊക്കെ നടക്കാൻ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റാണ് ലാൻഡിംഗ് ഇൻഡിക്കേറ്റർ ലൈറ്റ്സ്. ഈ ഫിഗറിൽ കാണുന്നതാണ് ലാൻഡിംഗ് ഇൻഡിക്കേറ്റർ ലൈറ്റ്സ്. അടുത്തത് വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ്. The wind direction indicators are illuminated by 200 watt angled reflectors placed 1.8 meter above the top of cone provided for wind direction indication. അപ്പോൾ വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്
200 വാട്ട് ആംഗിൾ റിഫ്ലക്റ്റേഴ്സ് ആണ്. ഇത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് 1.8 മീറ്റർ ഹൈറ്റിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിൻഡ് ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർക്കിളിൻ്റെ ബ്രോക്കൺ ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ നടുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോൺസിനെയാണ് നമ്മൾ വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ആ വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്ററിൻ്റെ കോണിൻ്റെ ടോപ്പ് ഭാഗത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലൈറ്റാണ് വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പവർ 200 വാട്ട് ആംഗിൾ റിഫ്ലക്റ്റേഴ്സ് ആണ് നമ്മൾ ഈ ലൈറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് നൈറ്റ് ആൻഡ് ഡ്യൂറിങ് ബാഡ് വെതേഴ്സ്. അപ്പോൾ നൈറ്റ് സമയത്തും ബാഡ് വെതറുള്ള സമയത്തും ഒക്കെ നമുക്ക് ഈ ലൈറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഈ കാണുന്നതാണ് വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ ലൈറ്റ്, ഏറ്റവും റൈറ്റ് സൈഡിൽ കാണുന്ന വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പാണ് എയർവേ ബീക്കൺ. These are provided in addition to airport beacons to guide the navigation path for pilot. അപ്പോൾ പൈലറ്റിന് നാവിഗേഷൻ പാത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എയർവേ ബീക്കണിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ എയർപോർട്ട് ബീക്കൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന് പുറമേ നമ്മൾ എയർവേ ബീക്കൺസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നാരോ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ബീം ഓഫ് ലൈറ്റ് ഓഫ് ഹൈ ഇൻറ്റൻസിറ്റി റൊട്ടേറ്റ്സ് അറ്റ് 12 ഫ്ലാഷസ് പെർ മിനിറ്റ്. അപ്പോൾ ഒരു മിനിറ്റിൽ 12 ഫ്ലാഷ് വരെ റൊട്ടേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ബീം ഓഫ് ലൈറ്റാണ്, ഹൈ ഇൻറ്റൻസിറ്റിയും ആണ് എയർവേ ബീക്കൺ. അപ്പോൾ ഈ കാണുന്നതാണ് എയർവേ ബീക്കൺസ്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ടുള്ള ടൈപ്പ് ഓഫ് ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എയർപോർട്ട് ലൈറ്റിങ്ങിൻ്റെ കളർ കോഡ് നോക്കാം. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ ടൈപ്പ് ഓഫ് ലൈറ്റിങ്ങിലും ഏത് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്രോച്ച് ലൈറ്റ് ആണെങ്കിൽ വൈറ്റ് ആണ്. റൺവേ ത്രഷോൾഡ് ഐഡൻറ്റിഫിക്കേഷൻ ലൈറ്റ് ആണെങ്കിലും വൈറ്റ് ആണ്. ത്രഷോൾഡ് ലൈറ്റ് ഗ്രീൻ ആണ്. റൺവേ എഡ്ജ് ലൈറ്റ് നമ്മൾ 2-3 ടൈപ്പ് പറയും, വൈറ്റ് ഓർ വൈറ്റ്, വൈറ്റ് ഓർ യെല്ലോ, വൈറ്റ് ഓർ റെഡ്, യെല്ലോ ഓർ റെഡ് കോമ്പിനേഷൻ. റൺവേ എൻഡ് ലൈറ്റ് ആണെങ്കിൽ റെഡ് ആണ്. ത്രഷോൾഡ് എൻഡ് ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ റെഡ് ആണ്. ടാക്സിവേ ലൈറ്റ് ബ്ലൂ ആണ്. PAPI ലൈറ്റ്സ് എന്ന് പറയുന്നത് വൈറ്റ് അല്ലെങ്കിൽ റെഡ് ആണ്. ഒബ്സ്ട്രക്ഷൻ ഏവിയേഷൻ ലൈറ്റ് റെഡ് കളറാണ്. അപ്പോൾ ഈ കാണുന്നതാണ് മൊത്തത്തിൽ ഒരു റൺവേയുടെ ലൈറ്റിംഗ്. ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സും ഡിസ്കസ് ചെയ്തു. നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അത് ഡിസൈൻ കൺസിഡറേഷൻ ആണ്. എയർപോർട്ട് ലൈറ്റിങ്ങിൽ നമ്മൾ കൊടുക്കേണ്ട കൺസിഡറേഷൻസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഏതൊക്കെയാണ് മെയിനായിട്ടുള്ള ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ എയർപോർട്ട് ക്ലാസിഫിക്കേഷൻ. സെക്കൻഡ് വൺ എമൗണ്ട് ഓഫ് ട്രാഫിക്, അവൈലബിലിറ്റി ഓഫ് പവർ, നേച്ചർ ഓഫ് എയർക്രാഫ്റ്റ്, ടൈപ്പ് ഓഫ് നൈറ്റ് ഓപ്പറേഷൻ പ്ലാൻസ്, ടൈപ്പ് ഓഫ് ലാൻഡിംഗ് സർഫസസ് പ്രൊവൈഡഡ്, വെതർ കണ്ടീഷൻ. ഇത്രയും ഫാക്ടേഴ്സാണ് മെയിനായിട്ട് എയർപോർട്ട് ലൈറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എയർപോർട്ട് ലൈറ്റിംഗ് കൊടുക്കുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എയർപോർട്ട് ലൈറ്റിങ്ങിനെ പറ്റിയും അതിൻ്റെ ഫാക്ടേഴ്സ് ആൻഡ് കൺസിഡറേഷൻസിനെ പറ്റിയൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.